ഹലോ, നമസ്കാരം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടല്ലോ, മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുമായിരുന്നേ. അതായത് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പരിപ്പുവട കഴിക്കണം എന്നൊരാഗ്രഹം തോന്നിയത്. ചെടികളെയൊക്കെ നോക്കി നടന്നപ്പോൾ ഉണ്ടെടാ പരിപ്പുവട കഴിക്കാനൊരാഗ്രഹം. പിന്നെ ഒന്നും വിചാരിച്ചില്ല, വേഗം പോയി പരിപ്പ്, ഞാനിത് തോരപ്പരിപ്പാട്ടോ എടുത്തത്, എൻ്റെ കയ്യിൽ കടലപ്പരിപ്പില്ലായിരുന്നു. അപ്പോൾ തോരപ്പരിപ്പ് എടുത്തിട്ട് കഴുകി വെള്ളത്തിലിട്ടു. പിന്നെ നോക്കിയപ്പോൾ ഗ്രീൻ ചില്ലി ഇല്ല കേട്ടോ. പിന്നെ മുളക് പറിക്കാനായിട്ട് പോയി നോക്കിയപ്പോൾ മുളകും ഇല്ല. 1-2 ഉണ്ടമുളകും 1-2 നീളം മുളകും ഒക്കെ കിട്ടി. എല്ലാത്തിലെയും മുളക് തീർന്നിരുന്നാലും പറിച്ചെടുത്ത് ഫിനിഷായിട്ടിരിക്കുമായിരുന്നു. വാങ്ങാനും മറന്നു പോകും കേട്ടോ. എപ്പോഴും അത് കടയിൽ പോയാലും നമ്മൾ ഗ്രീൻ ചില്ലി വാങ്ങാൻ മറന്നു പോകും. അപ്പോൾ ഉണ്ടായിരുന്നൊക്കെ പറിച്ചെടുത്തും കഴിഞ്ഞായിരുന്നു. 1-2 കിട്ടി, അത്യാവശ്യം കിട്ടി. പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വേഗം അരിഞ്ഞ് ഒരു 10 മിനിറ്റ് പരിപ്പ് വെള്ളത്തിൽ കിടന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മുളക്, ഉള്ളി, ഇഞ്ചി, കറി ലീവ്സ് ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല കേട്ടോ, വേഗം തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചു. അതേ ടൈമിൽ തന്നെ നമ്മൾ ചായക്കും വെള്ളം എടുത്ത് വെച്ചു കേട്ടോ. ചായക്കും വെച്ചു. അപ്പോൾ ചായ റെഡി ആകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്നോർത്ത് ചെറുതായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കാറ്. കടയിലെ പോലെ അത്ര വലിപ്പത്തിൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല കനം കുറച്ച് ഉണ്ടാക്കാറ് എനിക്കങ്ങനെ ഇഷ്ടം. കടയിൽ പൊതുവേ എനിക്കത്ര ഇഷ്ടമല്ല, നല്ല ഭയങ്കര വലിപ്പമല്ലേ. എനിക്ക് ഇത്തിരി കുഞ്ഞിതായിട്ടിരിക്കണം ഇഷ്ടം. അപ്പോൾ അങ്ങനെ വേഗം ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തു. ഒരു ടൈമിൽ 3-4 ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അത്ര എണ്ണയൊക്കെ ഒഴിച്ചുള്ളൂ. ഒരുപാട് എണ്ണ ഒഴിച്ച് ഞാനൊന്നും ഫ്രൈ ചെയ്യാറില്ല, എത്ര ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതാണേലും. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചായയും ഒക്കെ റെഡിയായി വന്നു കേട്ടോ. പിന്നെ ചായ തിളച്ച് ഓരോരുത്തരുടെ ഗ്ലാസ്സിൽ ചായയൊക്കെ ഒഴിച്ച് വെച്ച് പരിപ്പുവട റെഡിയായി എടുത്ത് കൊടുത്ത് ഞാനൊരു പരിപ്പുവട എടുത്ത് മുറ്റത്തൂടെ വീണ്ടും ചെടികളെയൊക്കെ നോക്കാനായിട്ട് പതുക്കെ ഇറങ്ങി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചായ ഗ്ലാസും കൈ പിടിച്ച് മുറ്റത്തൂടെ ചെടികളെയൊക്കെ നോക്കി നടക്കുന്നത്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, എല്ലാ ദിവസവും മക്കളുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ചായ കുടിക്കും. ചില ദിവസം പക്ഷേ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കും. അപ്പോൾ അതൊരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ ഇപ്പോൾ തോരപ്പരിപ്പും മറ്റേ കടലപ്പരിപ്പ് ഒരുമിച്ചിട്ട് ചെയ്താലും നല്ല കേട്ടോ പരിപ്പുവട. സാധാരണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ തോരപ്പരിപ്പുണ്ട് അത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചുണ്ടാക്കും. അപ്പോൾ എൻ്റെ ചെടികളുടെയൊക്കെ ഇടയിലൂടെ പിന്നെ നടന്ന് വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുറേ വെള്ളമൊക്കെ ഒഴിക്കേണ്ട ആവശ്യമുണ്ടാകും. അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് അന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടോ.